ആൽബത്തിനെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. നമ്മുടെ ശ്രീകുമാരേട്ടനും ബാക്കി എല്ലാവരും ആൽബം വളരെ നല്ലൊരു കലാരൂപമാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാനും സമ്മതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ലൊരു കലാരൂപമാണ്. അവർ പറഞ്ഞത് കൊണ്ട് താങ്കൾ സമ്മതിക്കുന്നു അല്ലേ? അല്ല, അല്ലെങ്കിലും നമുക്ക് സമ്മതിക്കാം. പക്ഷേ ചേട്ടാ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എവിടത്തെയും പോലെ സ്ത്രീകൾ തന്നെയാണ് പ്രശ്നം. എവിടെ ഇവിടുത്തെ പ്രശ്നം? അല്ല, ആൽബങ്ങളിലെ പ്രശ്നത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആൽബങ്ങളിൽ സ്ത്രീകളുടെ പ്രശ്നത്തെ പറ്റിയാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകളുടെ വസ്ത്രദാനത്തിനെ പറ്റിയാണ്. നമ്മൾ സ്ത്രീകളെ ആൽബങ്ങളിലൂടെ ചില സ്ത്രീകളെ വസ്ത്രധാരണം വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിരുന്നത് എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നു. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഞാൻ പറയാം. നോക്ക്, എല്ലാ ആൽബങ്ങളിലും നമ്മൾ കാണുന്ന എല്ലാ ആൽബങ്ങളിലും സ്ത്രീകളുണ്ട്, അത് ഉറപ്പാണല്ലോ. എല്ലാ ആൽബങ്ങളിലും 90% ഓഫ് ദി ആൽബംസും നമ്മൾ കാണുന്നത് പ്രേമമാണ് ബേസ് ചെയ്തിട്ട് കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഹിമാലയ പർവ്വതം എടുക്കണമെങ്കിൽ ഹിമാലയ പർവ്വതത്തിൻ്റെ ആൽബം ഷൂട്ട് ചെയ്യുന്നേക്കാം. അതിൻ്റെ അടിയിൽ ഹിമാലയം വലിയൊരു വൈറ്റ് ഫ്രെയിമിൽ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടീനെ കൊണ്ട് നിർത്തും. ആ പെൺകുട്ടിയുടെ മോത്തിക്കേ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അത് പെൺകുട്ടിയുടെ മുഖം മോശമായിട്ടൊന്നല്ല, ബട്ട് ബാക്കി സീനുകളൊക്കെ കണ്ടുവരുമ്പോഴേക്കും കുറേ സമയം കഴിയും. അല്ല, ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞല്ലോ, എന്താ പേരെന്താണ്? നവീൻ. നവീൻ ഈ കാട്ടാലക എന്ന് പറഞ്ഞിട്ടുള്ള ആൽബം കണ്ടായിരുന്നു? കണ്ടല്ലേ? അതാണ് കുഴപ്പം. കാരണം ഈ ആൽബത്തിനകത്ത് ഏറ്റവും റീമിക്സ് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ, ഹിന്ദി പാട്ടിൻ്റെ റീമിക്സും ബാക്കിൽ നമ്മുടെ ഒരു സ്ത്രീയുടെ പുറയിൽ സീലടിച്ച് വിടുന്നതാണ്. നമ്മൾ ഈ കാളയൊക്കെ കൊണ്ടുപോകില്ലേ, കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ സീലടിച്ച് വിടുന്ന പോലെ സീലടിച്ച് വിടുന്ന ഒരു സംഭവമാണ്. അത്രത്തോളം അധപ്പതിച്ചിരിക്കുകയാണ് അവിടുത്തെ ആൽബംസ്. അത് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നു? ഇതുള്ളതുകൊണ്ടല്ലേ? എന്താണ് പറയുന്നത്?